എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. യോഹന്നാൻ കർത്താവ് നൽകിയ ദർശനം സഭകൾക്ക് നൽകുന്നതോടൊപ്പം തൻ്റെ അഡ്രസ്സ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മേൽവിലാസം. സാധാരണഗതിയിൽ ഒരു പുസ്തകം രചിച്ച രചയിതാവിൻ്റെ വിവരണങ്ങൾ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും ആരംഭഭാഗത്ത് നൽകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവ്, പഠന മികവ്, കഴിവ്, മുൻപ് രചിച്ച ഗ്രന്ഥങ്ങൾ, ഇതിൽ സഹായിച്ചവർ, അങ്ങനെ പല വിവരങ്ങൾ നൽകാറുണ്ട്. യോഹന്നാൻ തന്നെക്കുറിച്ച് നൽകുന്ന വിവരണമാണ് നമ്മൾ വായിച്ച 9-ാം വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് യോഹന്നാൻ തൻ്റെ വിളി അനുഭവമാകുന്ന സ്വർഗീയ ദർശനമാണ് വിവരിക്കുന്നത്. പത്മോസ് ദ്വീപിൽ കഴിയുന്ന തടവുകാരനായ യോഹന്നാന് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള സ്വർഗീയ സത്യം ദർശിക്കാനുള്ള യോഗ്യത താൻ യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസനും നിങ്ങളുടെ കൂട്ടു സഹോദരനും യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിലും അടിസ്ഥാനപ്പെട്ട രാജ്യത്തിലും അതിൻ്റെ പ്രത്യാശയിലും നിങ്ങളുടെ കൂട്ടാളിയും ആണ് എന്നതാണ്. ഔദ്യോഗിക സ്ഥാനപ്പേരുകൊണ്ടല്ല, വായനക്കാരുടെ സഹോദരനും കഷ്ടങ്ങളിൽ പങ്കാളിയുമായിട്ടാണ് യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. തൻ്റെ വായനക്കാർ കടന്നുപോയിട്ടുള്ള കഷ്ടങ്ങളിൽ കൂടി താൻ കടന്നുപോയിട്ടുണ്ട് എന്നതാണ് യോഹന്നാൻ്റെ യോഗ്യത. പീഡനം അനുഭവിക്കുന്ന സഭയ്ക്ക് നൽകുന്ന ദർശനങ്ങൾ ആ പീഡനത്തിലൂടെ കടന്നുപോയ ഒരാളിലൂടെയാണ് കർത്താവ് നൽകുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ആളുകൾ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നവരല്ല. ഏതെങ്കിലും നഗരങ്ങളിലെ AC മുറികളിലിരുന്ന് ഗ്രാമങ്ങളെക്കുറിച്ചും അവിടെയുള്ള ആളുകളുടെ കഷ്ടതകളെക്കുറിച്ചുമൊക്കെ എഴുതുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ മനുഷ്യൻ കഷ്ടപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ധൈര്യത്തിനു വേണ്ടി ഇത് എഴുതുകയാണ്. യെഹെസ്കേൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇതിന് സമാനമായ വാക്കുകളുണ്ട്. പ്രവാചകന്റെ യോഗ്യതകളിലൊന്ന് ജനം ഇരുന്ന സ്ഥാനത്ത് താൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് യെഹെസ്കേലിൻ്റെ യോഗ്യത. ചാരുകസേരയിൽ സുഖലോലുപനായി കിടന്ന് സഹിഷ്ണുതയുടെയും ധീരകൃത്യങ്ങളുടെയും ശ്രേഷ്ഠതയെപ്പറ്റി പ്രസംഗിക്കുന്ന ഒരുവനെ ആരും ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? വെളിപ്പാട് പുസ്തകം കേവലം സ്വപ്നലോകത്തിൽ വിഹരിക്കുന്ന വിദ്യാഹീനൻ്റെ വികാര മണ്ഡലങ്ങളിലെ ചില ക്രിയകളുടെ വിന്യാസമല്ലെന്നും അനുഭവസമ്പന്നനും ക്രിസ്തുഭക്തനും വിശ്വാസവീരനുമായ ദാർശനികൻ്റെ പ്രത്യാശാ നിർഭരമായ ഒരു ആധ്യാത്മിക ചിന്താമണ്ഡലത്തിൽ കരുപിടിപ്പിച്ച സുന്ദരമായ കലാശില്പമാണെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ പരിശുദ്ധാത്മ നിശ്വാസീയമായ ദൈവശാസ്ത്ര വീക്ഷണത്തോടെ ആത്യന്തിക യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു എസ്കറ്റോളജിക്കൽ വ്യൂ, വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും കാണുകയും
അത് വായനക്കാർക്ക് സുപരിചിതവും വിഷയാവൽക്കരണത്തിന് അനുയോജ്യവുമായ നിഗൂഢ സാഹിത്യകലയായി അവതരിപ്പിക്കുന്നു. ഒരു ശുഭപര്യവസായ ആധ്യാത്മിക നാടകത്തിൻ്റെ രൂപഭാവങ്ങളാണ് ഇതിനുള്ളതെന്ന് വളരെ സ്പഷ്ടമാണ്. അനുഭവം എന്ന സർവകലാശാലയിൽ നിന്ന് ബിരുദം സമ്പാദിക്കുന്നവനാണ് ഉപദേശിക്കാൻ യോഗ്യൻ. എങ്കിലും യോഹന്നാൻ സ്വന്തം കഷ്ടങ്ങളെയോ പീഡനങ്ങളെയോ വിവരിക്കുന്നില്ല. യോഹന്നാൻ ഇവിടെ 3 പദങ്ങൾ ചേർത്ത് പ്രയോഗിക്കുന്നു. ഒന്ന് കഷ്ടത, മറ്റൊന്ന് രാജ്യം, മറ്റൊന്ന് സഹിഷ്ണുത. ഈ പദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കഷ്ടത എന്ന അർത്ഥമുള്ള ത്ലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സമ്മർദ്ദം എന്നാണ്. വലിയ ഭാരമുള്ള ഒരു കല്ല് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചാൽ ആ മനുഷ്യനുണ്ടാകുന്ന അനുഭവത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. അതുപോലെ വിമ്മിഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും സാമൂഹിക സമ്മർദ്ദങ്ങളും ഈ പദം കൊണ്ട് അർത്ഥമാക്കാം. ശ്വാസം മുട്ടിക്കുന്ന പീഡനത്തിൻ്റെ സാഹചര്യത്തിൽ സഭ കഷ്ടതയിലായിരുന്നുവെന്ന് വെളിപ്പെടുത്താൻ ഈ പദം അനുയോജ്യമാണ്. രണ്ടാമത്തെ ഒരു പദം ഇവിടെ സഹിഷ്ണുത എന്നത് ഹുപ്പോമോനെ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം. നിശ്ചേഷ്ടമായിട്ടുള്ള ഒരു കീഴ്വഴക്കത്തിൻ്റെ സവിശേഷതയല്ല. ധൈര്യപൂർവം വിജയം വരിച്ച് മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യാൻ പ്രതികൂല സാഹചര്യങ്ങളെയും കഷ്ടപ്പാടുകളെയും സഹിക്കുന്നതിനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂടി മാത്രമേ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂവെന്ന് ആദിമസഭയ്ക്ക് ബോധ്യമായിരുന്നു. യേശു കർത്താവ് ഇത് നേരത്തെ പറഞ്ഞിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24:13 നമ്മളിത് വായിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രയാണം ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും അനായാസമാണെന്ന് കരുതാൻ നമുക്ക് സാധിക്കില്ല. അത് വൈഷമ്യപൂർണമാണ്. ക്രിസ്തു തന്നെ വഴി കാണിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാനിലൂടെ സഭയെ ഉറപ്പിക്കാൻ, ബലപ്പെടുത്താൻ നൽകുന്ന ദർശനാവിഷ്കാരം സമാനമായ ജീവിതത്തിൻ്റെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരുവനിലൂടെ ദൈവം നിർവഹിക്കുന്നു. ദൈവത്തിൻ്റെ കഷ്ടതയുടെ പങ്കാളി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കഷ്ടതയുടെ പങ്കാളി, സഹിഷ്ണുതയുടെ പങ്കാളി. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ദൈവാനുഭവം എന്ന് പറയുന്നത് വായനയിലൂടെ അല്ലെങ്കിൽ കേൾവിയിലൂടെ മാത്രം ലഭിക്കുന്ന അനുഭവമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ മാത്രമേ ക്രിയാത്മകമായി അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കേട്ടറിഞ്ഞ ദൈവത്തെ അല്ല, അനുഭവിച്ചറിഞ്ഞ ദൈവത്തെയാണ് നമ്മൾ രുചിക്കുന്നത്. യോഹന്നാൻ പറയുന്നു, ഈ കഷ്ടത അറിഞ്ഞ് രേഖപ്പെടുത്തുന്നതല്ല, അനുഭവിച്ച് രേഖപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധം ഒരനുഭവമായിരിക്കണം. കർത്താവിൻ്റെ കഷ്ടതയുടെ പങ്കാളികളായി തീരുന്നു എന്ന് പറയുമ്പോൾ അത് അനുഭവമായിരിക്കണം. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ആകത്തുകയാണ്, അറിവുകളുടെ മാത്രമല്ല. ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി ജീവിപ്പാൻ നമ്മുടെ ആയുസ്സിൽ ദൈവമേ ഇടവരുത്തണമേ, യോഗ്യതയുള്ളവരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. രാത്രിയിൽ അവിടുത്തെ കൃപ കൂടെ ഇരുന്നല്ലോ. സാധ്യതകളുടെ മറ്റൊരു ലോകത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയായി
ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമായി കൂടെയുണ്ടെന്ന് ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യവും കൃപയും പകരണമേ. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പകൽക്കാല ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതം അനുഭവമാക്കി നൽകണമേ. ഇന്നത്തെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ഒന്നേറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ നാളുകൾ ദാനമായി നൽകണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.